രാജ്യത്താകമാനം മൂന്നാം മോദി സർക്കാരിൻ്റെ കാലത്തും ഈ പശുക്കടത്തുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമം തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിലിപ്പോൾ നീതി തേടി ഈ ഇരകളാകട്ടെ അവരുടെ കുടുംബാംഗങ്ങളാവട്ടെ അവരൊക്കെ കോടതിയിൽ ചെന്നു കഴിഞ്ഞാലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിധി. അപ്പോൾ ഈ ഒരു സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അലഹാബാദ് ഹൈക്കോടതി ജഡ്ജിൻ്റെ ഒരു വിവാദ പരാമർശം ഉണ്ടായിരിക്കുന്നത്. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒരു വേദിയിൽ വെച്ച് അദ്ദേഹം പറയുന്നത് രാജ്യത്തിൻ്റെ ഭൂരിപക്ഷ മനസ്സിനനുസരിച്ചായിരിക്കും രാജ്യത്തിൻ്റെ പോക്ക്. ഇത്തരം സാമൂഹിക വിഷയങ്ങളിലൊക്കെ ഒരു തീരുമാനങ്ങളെടുക്കുക രാജ്യത്തിൻ്റെ ഭൂരിപക്ഷ മനസ്സിന് അനുസരിച്ചായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഈ പശുക്കടത്തുൾപ്പെടെയുള്ള വിഷയങ്ങളിലൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൃഗങ്ങളെ അറുക്കുന്നത് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ മുസ്ലിങ്ങളും ഹിന്ദുക്കളെപ്പോലെയാവണം എന്ന് ശഠിക്കുന്നില്ല. പക്ഷേ ഹിന്ദുക്കളുടെ മനസ്സ് വേദനിക്കുന്നതാകരുത് മറ്റു മതസ്ഥരുടെ ഇടപെടലുകൾ, അവരുടെ ആചാരങ്ങൾ എന്നൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. മറ്റു വിഷയങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നു. അപ്പോൾ ഒരു ഹൈക്കോടതിയുടെ മുതിർന്ന ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഇത്തരത്തിലുള്ളൊരു പരാമർശം ഉണ്ടാകുമ്പോൾ അത് രാജ്യത്തിൻ്റെ ഭാവിയിൽ എത്ര കണ്ട് ആശങ്ക ഉണ്ടാക്കുന്നതാണെന്ന് കൂടി സംസാരിക്കുകയാണ് നമ്മൾ. നാസർക്ക, ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു ആശ്വാസത്തിന് വകയുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്ക് മുന്നിലെ വലിയ നിരാശയാണ് ഇത്തരം ജഡ്ജിമാരുൾപ്പെടെയുള്ള ആളുകളുടെ പരാമർശങ്ങൾ. അപ്പോൾ ഈ അലഹാബാദ് ഹൈക്കോടതി ജഡ്ജിയുടെ പരാമർശത്തെ എങ്ങനെ കാണണം? അതിൽ പരാമർശം എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് പരാമർശം നടത്തുന്ന വേദി ഏതാണെന്ന് കൂടെ നോക്കേണ്ടിയിരുന്നു. വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച ഒരു വേദിയാണ് ഏക സിവിൽ കോഡിനെ കുറിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച ഒരു വേദിയിലാണ് അലഹാബാദ് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ്, അദ്ദേഹം മാത്രമല്ല ശേഖർ കുമാർ യാദവാണ് സംസാരിച്ചതെങ്കിലും അതിൽ ദിനേശ് പഥക് എന്ന് പറഞ്ഞൊരു ജഡ്ജി കൂടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് മുതിർന്ന നമ്മുടെ സുപ്രീം കോടതിയിലൊക്കെ മുതിർന്ന ജഡ്ജിയായ ഇന്ദിര ജയ്സിംഗ് ഇതിനെ കുറിച്ചിട്ട് അവരുടെ പ്രതികരണം അവർ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പേടിയാവുന്നു എന്നുള്ള മട്ടിൽ തന്നെയാണ് അവർ പറഞ്ഞത്. ഇത്തരം വേദികളിൽ ഒരു നിലവിലുള്ളൊരു സിറ്റിംഗ് ജഡ്ജി ഇത്തരം ഒരു വേദിയിൽ പങ്കെടുത്തിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് എന്ന് ഇന്ദിര ജയ്സിംഗ് പറയുന്നു. ഇന്ദിര ജയ്സിംഗ് അവരുടെ പ്രതികരണമായിട്ട് അത് പുറത്തു വിട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പുതിയൊരു കാര്യം അല്ല. ഇയാൾ ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് പറഞ്ഞതിൽ ഒന്നാമത് അതിൽ പുതിയ യാതൊരു കാര്യങ്ങളും മൂപ്പർ പുതിയത് പറഞ്ഞിട്ടില്ല. തന്നെയല്ല മൂപ്പർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഉണ്ട്. അതിൽ വളരെ വിശാലമായിട്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രസംഗം ഏതാണ്ട് ഫുൾ ടെക്സ്റ്റൊക്കെ അച്ചടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പല സ്ഥലത്തും അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു ഹിന്ദു ആണ് എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു, ഹിന്ദു എന്നതിൽ ഞാൻ അതിൻ്റെ പ്രൗഢിയിൽ അഭിമാനിക്കുന്നു എന്ന് വെച്ചിട്ട് എനിക്ക് മറ്റുള്ള മതങ്ങളോട് ദുരുദ്ദേശമൊന്നുമില്ല, മറ്റ് വിശ്വാസങ്ങളോട് ദുരുദ്ദേശമൊന്നുമില്ല എന്ന് പറയുന്നു. എന്നിട്ട് മൂപ്പർ ആവർത്തിച്ച് പറയുന്നത് ഈ അടുത്ത കാലത്ത് നിയമനിർമ്മാണം കൊണ്ടുവന്ന 3 കാര്യങ്ങൾ തന്നെയാണ്. ത്വലാഖ്, ഹലാല, ഇത്തരം കാര്യങ്ങൾ. ഈ ഏക സിവിൽ കോഡ് അടുത്ത് തന്നെ വരും എന്ന് പറയുന്നു. ഇത്തരമാണ് ഈ സംഭവത്തിൽ നടന്നത്. പക്ഷേ ഈ പറയുന്ന കാര്യമുണ്ടല്ലോ, ഇതിലൊരു പുതുമ എന്ന് പറഞ്ഞൊരു സാധനം ഒരിടത്തുമില്ല. അദ്ദേഹം തന്നെ ആവർത്തിച്ച് പറയുന്നത് RSSൻ്റെ സർസംഘചാലക് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭൂരിപക്ഷത്തിൻ്റെ ഈ മനസ്സിനനുസരിച്ച് അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ചിട്ടാണ് മുന്നോട്ട് നീങ്ങുക. ബാക്കിയുള്ളവരൊക്കെയും ബാക്കിയുള്ളവർ ഇപ്പോൾ മുസ്ലിങ്ങളൊക്കെ ആണെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഹിന്ദുക്കളെപ്പോലെ തന്നെ ആവണമെന്ന് പറയുന്നില്ല. എന്നാൽ ഹിന്ദുക്കളുടെ വികാരങ്ങൾക്കും ഹിന്ദുക്കളുടെ താല്പര്യങ്ങൾക്കും ഹിന്ദുക്കളുടെ ആഗ്രഹങ്ങൾക്കൊന്നും എതിര് നിൽക്കരുത് എന്ന് ആണ് പറയുന്നത്. ഇതിലൊന്നും പുതുമയില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഒന്നാമത് ഇതാദ്യമല്ല, ജഡ്ജിമാർ പറയുന്നത് അതുമല്ല, വിധിയിൽ വന്നതും ഇതാദ്യമല്ലല്ലോ. വിധി ഇപ്പോൾ ബാബറി മസ്ജിദ് കേസിലെ വിധി എന്താണ്? ബാബറി മസ്ജിദ് കേസിൽ ആദ്യം പറയുന്നു, ബാബറി മസ്ജിദ് കേസിൽ വിധിയിൽ തന്നെ ആദ്യം പറയുന്നു ഇത് തകർത്തത് പൂർണ്ണമായിട്ടും തെറ്റാണെന്ന്. തകർത്തത് തെറ്റാണ് എന്ന് പൂർണ്ണമായിട്ട് പറയുന്നു. തകർത്തത് തെറ്റാണ് എന്ന് പറഞ്ഞതിന് ശേഷം നടന്ന 2 സംഭവങ്ങൾ എന്താ? ഇത് തകർത്തവർക്കെതിരെയുള്ള കേസുകളിൽ അവരൊക്കെ വെറുതെ വിടുന്നു. നടന്നത് എന്താ? തകർത്തത് തെറ്റാണ് എന്ന് പറഞ്ഞതിന് ശേഷം ആ തകർത്ത സ്ഥലം തകർത്തവർക്ക് കൊടുക്കുന്നു. ഈ ഭൂരിപക്ഷത്തിൻ്റെ ആഗ്രഹം തന്നെയല്ലേ അതിൽ നടന്നത്? ഭൂരിപക്ഷത്തിൻ്റെ ആഗ്രഹം തന്നെയാണ് അതിൽ നടക്കുന്നത്.
ആകെപ്പാടെ ഇപ്പം ഏറ്റവും അവസാനം ഈ സുപ്രീം കോടതിയിൽ വന്ന 2-3 കേസുകളിൽ ഈ പിന്നെ ബുൾഡോസർ ഉപയോഗിക്കരുത് തുടങ്ങിയ 2-3 കേസുകൾ ഒഴിച്ച് ബാക്കിയുള്ളതിൽ മുഴുവൻ കുറച്ച് കാലങ്ങളായിട്ട് നടക്കുന്നത് ഭൂരിപക്ഷങ്ങളുടെ ഇത് തന്നെയാണല്ലോ. തന്നെയുമല്ല രാഷ്ട്രീയ നേതാക്കൾ ഇപ്പം നമ്മളിപ്പം ഒരു വളരെ കൃത്യമായിട്ട് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഈ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാക്കളോ RSSൻ്റെ നേതാക്കളോ BJPയുടെ നേതാക്കളോ മാത്രമൊന്നുമല്ലല്ലോ. ഇപ്പോൾ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന AK ആൻ്റണിയുടെ ഭാരതത്തിൻ്റെ പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആൻ്റണി അടക്കമുള്ള ആൾക്കാർ പച്ച മലയാളത്തിൽ പറഞ്ഞില്ലേ ഈ ന്യൂനപക്ഷം ഭൂരിപക്ഷത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചും ഭൂരിപക്ഷത്തിനെ പിന്നെ വിഷമിപ്പിക്കാതെയും വേണം ജീവിക്കാമെന്ന്. അതിപ്പോൾ ഇന്ത്യയിലെ നല്ലൊരു വിഭാഗം രാഷ്ട്രീയ നേതാക്കൾ ഈ ജുഡീഷ്യറിയിൽ നിൽക്കുന്നവരാണെങ്കിൽ സാധാരണഗതിയിൽ ബാക്കിയുള്ളവർ റിട്ടയർ ചെയ്താലേ പറയാറുള്ളൂ. പക്ഷേ ഈ യാദവ് അത് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു എന്നുള്ളത് ഒഴിച്ചാൽ അതിൽ പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. പിന്നെ ഈ പ്രസംഗത്തിലും അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. 2025 RSSൻ്റെ പിന്നെ ഇതാണ് വരാൻ പോകുന്നത്. RSSൻ്റെ സ്ഥാപനത്തിൻ്റെ RSS സ്ഥാപിച്ചതിൻ്റെ 100ാം വാർഷികമാണ് വരാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഇത്തരം പരിപാടികൾ നടത്തിയത് എന്നൊക്കെ അദ്ദേഹം ആവർത്തിച്ച് പറയാനുണ്ട്. അപ്പോൾ ഇനി പ്രതീക്ഷിക്കാനുള്ളത് ഏതാണ്ട് ഒരു കൊല്ലം മാത്രമേ ഉള്ളൂ. ഒരു കൊല്ലം കഴിഞ്ഞാൽ പിന്നെ തീരെ പ്രതീക്ഷിക്കേണ്ടി വരില്ല എന്നാണ് എനിക്ക് ഈ സംഗതികൾ മൊത്തം വായിച്ചപ്പോൾ മനസ്സിലായത്. ഈ പ്രസംഗത്തിൻ്റെ ഒരു മൊത്തം ടോണും ആ പരിപാടിയുടെ ഒരു മൊത്തം ഇതും വായിച്ചപ്പോൾ മനസ്സിലായി. അപ്പോൾ നൗഫൽ കൈ ഭൂരിപക്ഷ മനസ്സ് നമ്മുടെ ജഡ്ജ്മെൻറ്റിനെ അടക്കം സ്വാധീനിക്കപ്പെടുന്നു എന്ന വാദത്തിന് ബലം കൂട്ടുകയാണ് ഇപ്പോൾ ഈ പരാമർശം. തീർച്ചയായും അതിലിപ്പം ഇതിൻ്റെയൊക്കെ ഈ ജുഡീഷ്യറിയുടെയൊക്കെ ഒരു പരിച്ഛേദമായിട്ട് ഒരുപക്ഷെ വേണമെങ്കിൽ ഈ വാക്കുകൾ നമുക്ക് കാണേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇദ്ദേഹത്തിനൊക്കെ വളരെ മൂത്ത ആളാണല്ലോ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. അദ്ദേഹത്തിൻ്റെ വിധിയെക്കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ചർച്ച ചെയ്തത്. ബാബരി വിധിയിൽ അദ്ദേഹത്തിന് പങ്കുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അതുപോലുള്ള പല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ 1991 ആരാധനാലയ നിയമം, ആ നിയമത്തെ അദ്ദേഹം എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്? അതേ തുടർന്ന് രാജ്യത്തുണ്ടാകുന്ന അവസ്ഥ എന്താണ്? അത്രത്തോളം അരാജകത്വത്തിലേക്ക് രാജ്യം പോകാനുള്ള സാധ്യത കൂടിക്കൂടി ഇരിക്കുകയല്ലേ. ദുഷ്യന്തവയൊക്കെ കരയേണ്ടി വന്നിരിക്കുന്ന അവസ്ഥ നമുക്കറിയാലോ. അപ്പോൾ ആ അവസ്ഥയിലേക്ക് രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മാത്രമല്ല മറ്റ് പല ജഡ്ജിമാരും ഇതേ നിലപാട് സ്വീകരിക്കുന്നു, അതനുസരിച്ചുള്ള വിധികൾ പുറപ്പെടുവിക്കുന്നു എന്നുള്ളതാണ്. അത് ഇതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പം ഏറ്റവും ഒടുവിലായി ഇപ്പം ASIയുടെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞല്ലോ. അതായത് പിന്നെ സംരക്ഷിത ചരിത്ര സ്മാരകങ്ങൾ അത് വഖഫിൽ രജിസ്റ്റർ ചെയ്തവ തിരിച്ചെടുക്കണം എന്നല്ലേ എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതടക്കം ഡൽഹി ജുമാ മസ്ജിദ് അടക്കം വഖഫ് എല്ലാ സംരക്ഷിത രജിസ്റ്റർ ചെയ്ത മസ്ജിദുകൾ ഇങ്ങോട്ട് തിരിച്ചെടുക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അപ്പം ഇത് ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ആവശ്യപ്പെടുന്നതേയില്ല, പള്ളികളുടെ കാര്യത്തിൽ മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും അത് ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായമാണല്ലോ. ASIയും സ്വീകരിക്കുന്നത്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും സ്വീകരിക്കുന്നത് അങ്ങനെയാണല്ലോ. അങ്ങനെ ഓരോ കാര്യത്തിലും ഇതുപോലെ തന്നെയാണ്. പിന്നെ ഈ ജഡ്ജിമാരൊക്കെ പങ്കെടുക്കുന്ന പരിപാടികളെക്കുറിച്ച് ഇപ്പം നമ്മുടെ ചന്ദ്രചൂഡിൻ്റെ വീട്ടിലേക്ക് ദീപാവലി ദിവസമല്ലേ നരേന്ദ്രമോദി വരികയും ആരതി ഒഴിയുകയും ഒക്കെ ചെയ്തു പോയത്. അത് ഒരു കാര്യം. ഈ VHPയുടെ പരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. VHPയുടെ ഏതെങ്കിലും ഒരു കാരുണ്യ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയതല്ല അദ്ദേഹം. രാജ്യത്ത് ഏക സിവിൽ കോഡ് വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ കോടതിയിൽ തീരുമാനമൊന്നും വന്നിട്ടില്ല, പാർലമെൻറ്റിൽ തീരുമാനം വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു വിഷയത്തിൽ അദ്ദേഹം അങ്ങോട്ട് പോയി പ്രസംഗിക്കുകയാണ്. ഒരു രാഷ്ട്രീയ വിഷയത്തിൽ ഒരു മതവുമായി ബന്ധപ്പെട്ട സംഘടന നടത്തുന്ന പരിപാടിയിൽ ഒരു ജഡ്ജി, ഹൈക്കോടതി ജഡ്ജി പോയി സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ MR അജിത് കുമാർ ഒരു RSS നേതാവിനെ പോയി കണ്ടു എന്ന് പറഞ്ഞ് എന്തൊക്കെ പുകിലാണ് ഇവിടെ ഉണ്ടായത്. അതിനേക്കാളൊക്കെ എത്രയോ ഭീകരമല്ലേ ഈ ഒരു അവസ്ഥ. അപ്പോൾ അതിനൊന്നും ഇവിടെ ആരും ചോദിക്കാനും പറയാനും ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. സ്വാഭാവികമായും അങ്ങനെ പങ്കെടുക്കുന്ന ഒരാൾക്ക് ഇങ്ങനെയും പറയാം. അതിൽ പ്രത്യേകിച്ച് നാസർക്ക് പറഞ്ഞ പോലെ ഒരു പുതുമയില്ല. തീർച്ചയായും. ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി ജഡ്ജ് പറഞ്ഞതിൽ പുതുമയൊന്നുമില്ല. പക്ഷേ അതിനകത്തുള്ളൊരു പ്രശ്നം, എവിടെയെങ്കിലും ഒരു പ്രതീക്ഷയുടെ നേരിയ കൈത്തിരിവട്ടമെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് പിന്നെയും നിരാശ ബാക്കിയാകും. മാത്രമല്ല അതിനകത്തുള്ളൊരു പ്രധാന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം എന്നതിന് അല്ലെങ്കിൽ ജനാധിപത്യം എന്നതിനെ സംബന്ധിച്ചിട്ട് നമുക്കുള്ളൊരു തെറ്റിദ്ധാരണ കൂടിയെല്ലാം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. മൊത്തം ഇന്ത്യയിലും മൊത്തത്തിൽ നമ്മൾ ഈ ജനാധിപത്യവാദികൾക്ക് പൊതുവെയുള്ള ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഈ ഭൂരിപക്ഷം ജയിച്ച ഒരു ഭൂരിപക്ഷം, ഭൂരിപക്ഷം പറയുന്നത് പിന്നെ അനുസരിക്കുക, അതിലൊരു ന്യൂനപക്ഷം അല്ലെങ്കിൽ ഡിസെൻറ്റ് പ്രതിപക്ഷം എന്നൊന്ന് പറയുന്നൊരു സാധനത്തിന് യാതൊരു സ്കോപ്പും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ജനാധിപത്യ സങ്കല്പമാണ് നമുക്കെന്ന് തോന്നുന്നുണ്ട്. അതാണ് ഇപ്പം ഈ സംഗതികളിലൊക്കെ തുറന്നു വരുന്നത്. ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം, ഇപ്പോൾ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കിലെ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ മെമ്പർമാരുടെ ഇടയിലുള്ള ഭൂരിപക്ഷവും അതിൻ്റെ ഡയറക്ടർ ബോർഡ് തിരഞ്ഞെടുക്കുന്ന പോലെ തന്നെയാണ് ഭൂരിപക്ഷം അല്ല ജനാധിപത്യം എന്ന് പറഞ്ഞൊരു സങ്കല്പത്തെ പോലും
ജനാധിപത്യത്തിൽ ഭൂരിപക്ഷം ആരാണെന്ന് വെച്ചാൽ ബാക്കി മുഴുവൻ അതിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ, ഭരണഘടന, പിന്നെ മൗലിക നിയമങ്ങൾ തുടങ്ങിയ സകല സാധനവും പിന്നെ ഭൂരിപക്ഷത്തിൻ്റെ ഇതായിരിക്കണം. ന്യൂനപക്ഷമെന്നോ അല്ലെങ്കിൽ അതിന് പ്രതിപക്ഷമെന്നോ വിയോജിപ്പ് എന്നോ ഇത്തരത്തിലുള്ള യാതൊരു സങ്കല്പങ്ങളും ഇല്ലാത്തൊരു തരം ജനാധിപത്യ സങ്കല്പമാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളതെന്ന് തോന്നുന്നുണ്ട്.